നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത കോടതി കർശന നടപടികൾ കൈക്കൊള്ളുന്നതുവരെ ജനങ്ങളെ ഇപ്പോഴും ഈ നിമിഷവും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംരംഭമാണ് പതഞ്ജലി ആയുർവേദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗഹൃദത്തിൽ വളർന്നു പന്തലിച്ച ഗൗതം അദാനിയെ പോലെയുള്ള വളർച്ചയായിരുന്നു പതഞ്ജലിയുടെയും കുതിപ്പ്. അദാനിയെപ്പോലെ വളരെ വേഗത്തിലായിരുന്നു പതഞ്ജലിയുടെയും വളർച്ച. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം മരുന്ന് കമ്പനികൾക്കും ആരോഗ്യ സംരംഭങ്ങൾക്കും ലഭിച്ച പിന്തുണ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരുന്നു എന്ന് പരമോന്നത കോടതിക്ക് ബോധ്യപ്പെടാൻ പരമോന്നത കോടതിയുടെ സുപ്രധാനമായ ഇലക്ടറൽ ബോണ്ട് വിധി വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് മറ്റൊരു വിഷയം. പതഞ്ജലിയുടെ മെയിൻ ആൾക്കാരായ രാംദേവ് ബാലകൃഷ്ണ എന്നിവരിൽ നിന്ന് അദാനിയെ വ്യത്യസ്തനാക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. അദാനി കൊമേഴ്സിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തിട്ടുണ്ട്. എന്നാൽ അത് 2ാം വർഷം അവസാനിപ്പിച്ചെന്ന് മാത്രം. എന്നാൽ പതഞ്ജലി കെട്ടിപ്പൊക്കിയ രാംദേവ് ബാലകൃഷ്ണ എന്നിവരുടെ വിദ്യാഭ്യാസം പ്രൈമറി സ്കൂളിൽ തന്നെ അവസാനിച്ചു എന്നതാണ്. രാംദേവ് 8ാം ക്ലാസ്സിലായപ്പോഴേക്കും പഠിത്തമൊക്കെ മതിയാക്കി ഹരിയാനയിലെ കാൺപൂർ ഗുരുകുലത്തിൽ നിന്ന് സംസ്കൃതവും യോഗയും പഠിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ നമ്മുടെ ബാലകൃഷ്ണന്റെ കാര്യം നോക്കുമ്പോൾ അദ്ദേഹം നേപ്പാളിൽ നിന്ന് കുടിയേറി വന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ബാലകൃഷ്ണന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. കാൺപൂർ ഗുരുകുലത്തിൽ പഠിച്ചെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വലിയ ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ ഉത്തരാഖണ്ഡ് സംസ്കൃത സർവകലാശാല ബാലകൃഷ്ണനെ ഹോണററി ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദം നൽകി ആദരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇതൊന്നും കൂടാതെ എസ് വ്യാസ ഡീംഡ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റർ ബിരുദവും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു എന്തോ. കാൺപൂർ ഗുരുകുലത്തിൽ നിന്നാണ് ഇരുവരും യോഗ പഠിച്ചെന്നൊക്കെയാണ് വ്യക്തമാക്കുന്നത്. അവിടെ വെച്ചാണ് രാംദേവും ബാലകൃഷ്ണനും കന്നാസും കടലാസും പോലെ സൗഹൃദത്തിലാവുന്നത്. ഇതിനപ്പുറം ആയുർവേദ രംഗത്ത് ഇവർക്ക് എന്തെങ്കിലും യോഗ്യതകളോ ഗവേഷണ രംഗത്ത് സിസ്റ്റമാറ്റിക്കലി ഉള്ള അംഗീകാരങ്ങളോ നേടിയതായിട്ട് അറിവൊന്നുമില്ല. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് 2006 പതഞ്ജലി ആയുർവേദ എന്ന സംരംഭം ആരംഭിച്ചു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ആയുർവേദ മരുന്നുകൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ. 2006 ഇത് തുടങ്ങിയ സമയത്ത് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു ബാലകൃഷ്ണൻ എന്ന് അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് ദശകോടിക്കണക്കിന് രൂപ വായ്പ കൊടുത്ത് സംരംഭം ആരംഭിക്കുന്നതിന് സാധിച്ചു എന്നത് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. 2007 ഉത്തരാഖണ്ഡിൽ BJP അധികാരത്തിലെത്തിയതോടെയാണ് പതഞ്ജലിയുടെ അതിവേഗ വളർച്ചയുടെ തുടക്കം. അതിനിടയ്ക്കാണ് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ RSS സ്പോൺസർഷിപ്പിൽ ആരംഭിച്ച അഴിമതി വിരുദ്ധ സമരത്തിലൂടെ രാംദേവ് ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെ BJP സർക്കാരിന്റെ ഒത്താശയോടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ അടിത്തറയൊരുക്കിയ ഇരുവരുടെയും സംരംഭം 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയതോടെ വൻ കുതിപ്പിലേക്കാണ് കടന്നുപോയത്. നമ്മൾ അധികമൊന്നും കേട്ടിട്ടില്ലാത്ത പതഞ്ജലി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും സാമ്പത്തിക വളർച്ച നേടിയതും അതിനും ശേഷമായിരുന്നു എന്ന് പരിശോധിച്ചു നോക്കിയാൽ വ്യക്തമാണ്. യോഗ പഠിപ്പിച്ചിരുന്ന രാംദേവിനെ മുൻനിർത്തിയാണ് മോദി അധികാരത്തിലെത്തിയതിനു ശേഷം യോഗാ ദിനാചരണവും യോഗാ വ്യാപനവും ഉണ്ടായത്. മോദിയുടെ ചില യോഗാ പരിശീലനം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇതിന്റെ പബ്ലിസിറ്റിയുടെ ഭാഗമായിരുന്നു എന്നതും അന്വേഷിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന കാര്യമാണ്. 2014 ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഡിസംബർ 11 ഇന്ത്യൻ പ്രതിനിധി ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായാണ് 2015 ജൂൺ 21 മുതൽ യോഗാ ദിനാചരണം ഔദ്യോഗികമാക്കപ്പെട്ടത്. അതുവരെ വ്യക്തികളും സംഘടനകളും മാത്രം നടത്തിക്കൊണ്ടിരുന്ന യോഗയ്ക്ക് ഔദ്യോഗിക പരിവേഷമുണ്ടായി എന്ന് മാത്രമല്ല, രാംദേവിനെ പോലുള്ള സ്വയം പ്രഖ്യാപിത ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള സ്റ്റഡി സെന്ററുകൾ ഉത്തരേന്ത്യയിൽ വ്യാപകമാകുകയും ചെയ്തു. ഇതോടൊപ്പം മോദി സർക്കാരിന്റെ ഒത്താശയോടെ പതഞ്ജലി ഉൽപ്പന്നങ്ങളും നല്ല പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഏത് ഗവേഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ അവകാശപ്പെടുന്ന ഗുണങ്ങൾ പതഞ്ജലിയുടെ ആയുർവേദ മരുന്നുകൾക്ക് തെളിയിക്കപ്പെട്ടതെന്ന് പരിശോധിക്കുവാൻ പോലും തയ്യാറാകാതെ മരുന്നുകളുടെ അവതരണം, ഉദ്ഘാടനം പോലുള്ള പരിപാടികൾക്ക് കേന്ദ്ര മന്ത്രിമാർ തന്നെ പങ്കുവച്ചിട്ടുള്ളത്. 2017 ഹരിദ്വാറിൽ പതഞ്ജലി ആരംഭിച്ച ഗവേഷണ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ലോകമാകെ കോവിഡ് മഹാമാരിയുടെ പിടിയിൽ അമരുകയും ആരോഗ്യ വിദഗ്ധർ അതിനെതിരായ പ്രതിരോധ മരുന്നുകൾക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് കൊറോണിൽ എന്ന മരുന്ന് അവതരിപ്പിച്ച് പതഞ്ജലി രംഗത്തെത്തിയിരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ COVID-19 കൈകാര്യം ചെയ്യുന്നതിനുള്ള രീതിശാസ്ത്രത്തിൽ ഇത് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മരുന്നിന്റെ ഉത്ഭവത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ പതഞ്ജലിക്ക് പാളിയത് ഇവിടെയാണ്. മരുന്ന് വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങളും ക്ലിനിക്കൽ പരീക്ഷണ വിജയം സംബന്ധിച്ച് പതഞ്ജലിക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാൻ സാധിച്ചില്ല എന്നതാണ്. അവിടെ അവർ ബബ്ബബ്ബ അടിച്ച് ഉത്തരം മുട്ടി. 9 ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അതുകൂടാതെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതാണ് കൊറോണിൽ എന്നും
രാംദേവ് അവകാശപ്പെട്ടിരുന്നു. ഇത് വിവാദമായപ്പോൾ ഏതെങ്കിലുമൊക്കെ മരുന്നിന് അംഗീകാരം കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കി WHO രംഗത്തെത്തിയിരുന്നു. അതോടുകൂടി പതഞ്ജലിയുടെ കാറ്റ് ഏകദേശം അധോഗതിയിലായി. തെറ്റായ പരസ്യങ്ങളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുവാൻ ശ്രമിച്ച കമ്പനിക്കെതിരെ BJP സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ സർക്കാർ ഇത് അറിഞ്ഞിട്ടേയില്ല എന്ന ഭാവത്തോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ പതഞ്ജലി കമ്പനി അതിൻ്റെ മരുന്ന് വ്യാപാരം കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടെ എന്ന നിലയിൽ തന്നെ വ്യാപിപ്പിക്കുകയും വ്യാജ പരസ്യങ്ങളിലൂടെ കബളിപ്പിച്ച് വിറ്റഴിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. 2016 രാജ്യത്ത് അതിവേഗം വളരുന്ന ബഹുരാഷ്ട്ര വൈവിധ്യ ഉൽപാദന സംരംഭമായി പതഞ്ജലി വളർന്നു എന്നതിൽ നിന്ന് തന്നെ മോദിയുടെ അധികാര ആവിർഭാവം എത്രത്തോളം സഹായിച്ചു എന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും മറ്റുള്ള ആരോഗ്യ പരിപാലന രംഗങ്ങളെ പരിഹസിച്ചും വിൽപ്പന തകൃതിയായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സ്ഥാപനത്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിന് പോലും കേന്ദ്ര, ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പതഞ്ജലിക്കെതിരെ പരമോന്നത കോടതിയിൽ പരാതി നൽകിയത്. ഈ വിഷയം പരിഗണിച്ച സുപ്രീം കോടതി പതഞ്ജലിയെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെ നല്ലപോലെ വിമർശിച്ചിട്ടുണ്ട്. പലതവണ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടും ഒരു നടപടി പോലും സ്വീകരിക്കാതിരുന്ന ഉത്തരാഖണ്ഡ് സർക്കാരിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ട് പോലും എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മോദി രാംദേവ് സൗഹൃദത്തിൻ്റെ ബലം. BJPയുടെ വഴിവിട്ട സൗഹൃദങ്ങളുടെയും സാമ്പത്തിക ബന്ധങ്ങളുടെയും മറ്റൊരു ഉദാഹരണമാണ് പതഞ്ജലിക്കെതിരായ സുപ്രീം കോടതിയിലെ കേസിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.